നമുക്ക് തടി കുറക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ, ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. സോ ഓവർനൈറ്റ് ഓട്സിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായും ആദ്യം വേണ്ടത് ഓട്സ് തന്നെയാണ്. അപ്പോൾ ഓട്സ് നിങ്ങൾക്ക് ഓൾഡ് ഫാഷൻ ഓട്സ് എടുക്കുക, അല്ലെങ്കിൽ റോൾഡ് ഓട്സ് എടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ 1 കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഓട്സ് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് വേണ്ടത് പാലാണ്. നിങ്ങൾക്ക് സാദാ പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ, ബദാമിൻ്റെ പാല്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. 1 കപ്പ് ഓട്സിന് ഞാൻ 1 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് അത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ചിയ സീഡ്സ് ആണ് കേട്ടോ. ചിയ സീഡ്സ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ചിയ സീഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നല്ല ഫില്ലിംഗ് ആണ് ചിയ സീഡ്സ്. നമുക്ക് അപ്പോൾ പെട്ടെന്നൊന്നും വിശക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചിയ സീഡ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അപ്പോൾ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് നിങ്ങൾക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. തൈര് ഒരു നല്ലൊരു പ്രൊബയോട്ടിക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് തൈര് യൂസ് ചെയ്യണത് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ വെയിറ്റ് ലോസൊക്കെ നോക്കണ ടൈമിൽ നമ്മൾക്ക് ഒരു പ്രൊബയോട്ടിക് നല്ലതാണ്. നല്ല ഗുഡ് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ റാസ്ബെറിയും ബനാനയും യൂസ് ചെയ്തിട്ടുണ്ട്. ബനാന കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഇന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഓവർനൈറ്റ് വെക്കാം. നമുക്ക് രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കാം. ഇപ്പോൾ ഇത് പിറ്റേ ദിവസം നോക്കൂ, ഓട്സൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സോ ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവറും പംകിൻ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.